താങ്ക് യു സർ. കേൾക്കുന്നുണ്ടോ? ഉണ്ട് 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 എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട ഉപരിപഠന സാധ്യതകളും തൊഴിലവസരങ്ങളും എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയം മലയാളത്തിലെ ഉപരിപഠന സാധ്യതകളും തൊഴിൽ സാധ്യതകളും ഇത് പരിചയപ്പെടുന്നതിന് മുമ്പ് നമ്മൾ മലയാളത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അറിയേണ്ടതുണ്ട്. നമുക്കറിയാം, മലയാളം ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷകളിൽ ഒന്നാണ്. ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെട്ട ഒരു ഭാഷയാണ് മലയാളം. മലയാളത്തിന്റെ പഠന സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കേരളത്തില് ഹൈസ്കൂൾ തലം വരെ മലയാളം ഒന്നാം ഭാഷയായിട്ടാണ് പഠിക്കുന്നത്. ഹയർ സെക്കൻഡറി തലത്തിലേക്ക് വരുമ്പോൾ ഉപഭാഷയായിട്ട് രണ്ടാം ഭാഷയായിട്ടാണ് മലയാളം പഠിക്കുന്നത്. പക്ഷെ ഐച്ഛികമായി മലയാളം പഠിക്കാനുള്ള അവസരങ്ങളും ഹയർ സെക്കൻഡറിയിലുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നത് BA മലയാളമാണ്, ഡിഗ്രി കോഴ്സ്. ഇത് കേരളത്തിലെ ഒട്ടുമിക്ക ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും മലയാളം BA പഠിക്കാനുള്ള അവസരമുണ്ട്. പിന്നീട് മലയാളം PG ഡിഗ്രിയാണ്. അതും കേരളത്തിലെ മിക്കവാറും എല്ലാ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും മലയാളം MA പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. കേരള, കാലിക്കറ്റ്, MG, കണ്ണൂർ യൂണിവേഴ്സിറ്റി, സംസ്കൃത യൂണിവേഴ്സിറ്റി, അതുപോലെ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഇവിടെ എല്ലാം തന്നെ മലയാളം PG പ്രോഗ്രാം പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അതിന്റെ അനുബന്ധ വിഷയങ്ങളായിട്ട് സംസ്കൃതം, ഭാഷാശാസ്ത്രം, ജേർണലിസം, കേരള കൾച്ചർ ഇതെല്ലാം പഠിക്കുന്നുണ്ട്. ഇതുകൂടാതെ തിരൂരില്, മലപ്പുറം ജില്ലയിലെ തിരൂരില് തുഞ്ചത്തെഴുത്തച്ഛന്റെ പേരില് മലയാള സർവകലാശാല തന്നെ ഉണ്ട്. ഇവിടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പഠന മാധ്യമം മലയാളത്തിലാണ്. 11 വിഷയങ്ങളില് ഇവിടെ MA ഡിഗ്രിയും PhDയും ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഈ 11 വിഷയങ്ങള് അതില് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. 11 വിഷയങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന് താരതമ്യ സാഹിത്യം, ഭാഷാശാസ്ത്രം, ചലച്ചിത്ര പഠനം, മലയാളത്തിൽ തന്നെ സാഹിത്യ പഠനം, സാഹിത്യരചന, സംസ്കാര പൈതൃകം, ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, പരിസ്ഥിതി പഠനം, വികസന പഠനവും തദ്ദേശ വികസനവും, സോഷ്യോളജി, ചരിത്ര പഠനം. ഇത് ഇത്രയുമാണ് മലയാള സർവകലാശാലയിലെ പഠന വിഷയങ്ങൾ. ഇത് MA പ്രോഗ്രാമും PhDയും ഉണ്ട്. അതുപോലെ തന്നെ മലയാള പഠനം നടത്താൻ പറ്റുന്ന മറ്റ് ഏജൻസികള് ഒന്ന് മലയാളം മിഷനാണ്. ഈ മലയാളം മിഷനില് പ്രവാസികൾക്ക് അതുപോലെ വിദേശത്ത് ജീവിക്കുന്ന കുട്ടികൾക്കൊക്കെ മലയാളം പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്ന് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയാണ്. അവിടെ തുടർ പഠനം, അനൗപചാരികമായിട്ട് മലയാളം പഠിക്കാനുള്ള സാധ്യതകൾ ഒക്കെ ഉണ്ട്. പിന്നീടുള്ളത് സ്കോൾ കേരളയാണ്. ഇത് SSLC, +2 ലെവലിലുള്ള തുല്യതാ കോഴ്സുകൾ നടത്തുകയാണ്. ഇവിടെയും മലയാളം പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇനി പറയാൻ പോകുന്നത് ഇത് ഇത്രയും കേരളത്തിനകത്തുള്ള സ്ഥാപനങ്ങളാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലം, ഇവിടെയും BA MA പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. ഇനി കേരളത്തിന് പുറത്തുള്ള സർവകലാശാലകൾ നോക്കിയാൽ ഡൽഹി യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, JNU, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, ഇവിടെ എല്ലാം തന്നെ മലയാളം PG പഠിക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നീട് നമ്മൾ മലയാള സാഹിത്യം പഠിക്കുമ്പോൾ അത് സാഹിത്യം മാത്രമല്ല, സംസ്കാരം, കലകള്, സിനിമ, നാടകം ഇതെല്ലാം തന്നെ മലയാള ഭാഷയിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും കലാപഠനവും സിനിമ, നാടകം ഇതെല്ലാം ലിങ്ക്ഡ് ആണ്. അതുകൊണ്ടാണ് കുറെ കലയും സംസ്കാരവും പഠിക്കാൻ സാധിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പഠിക്കുന്നതിന് മലയാളത്തിന്റെ ബേസ് പ്രയോജനപ്പെടും. ഉദാഹരണത്തിന് കേരള കലാമണ്ഡലത്തില് ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. കേരള കലാമണ്ഡലത്തിൽ +2 സ്കൂള് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ കല പഠിക്കുമ്പോൾ അതിന്റെ കഥകളിയുടെ എഴുത്ത് രൂപമായ ആട്ടക്കഥ പഠിക്കുന്നുണ്ട്. അതുപോലെ +2 സ്കൂളിൽ അവിടെ മലയാളം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫൈൻ ആർട്സ് കോളേജ് തിരുവനന്തപുരം, RLB കോളേജ്, പിന്നെ കോട്ടയത്ത് സ്കൂൾ ഓഫ് ലെറ്റേഴ്സ്, ഇവിടെ എല്ലാം
മലയാളത്തിന്റെ ഉപരിപഠന സാധ്യതകളുണ്ട്. പിന്നെ ഈ ഗവേഷണ പ്രോഗ്രാമുകൾ പലത് ഇന്റർ ഡിസിപ്ലിനറി ആണ്. സിനിമ, നാടകം, കലകൾ ഇതൊക്കെ തന്നെ മലയാള സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഈ സ്ഥാപനങ്ങളിലുണ്ട്. അതെല്ലാം സ്ലൈഡിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ ട്രാൻസ്ലേഷൻ കോഴ്സുകളും നമ്മുടെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലെല്ലാം തന്നെ അതിനുള്ള അവസരങ്ങളുണ്ട്. ഉദാഹരണത്തിന് കാലടി സംസ്കൃത സർവകലാശാലയിലൊക്കെ ട്രാൻസ്ലേഷന്റെ ഡിപ്ലോമ കോഴ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി പറയാനുള്ളത് മലയാളത്തിലെ കരിയർ മേഖലകളെ കുറിച്ചാണ്. മലയാളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരിയർ മേഖല എന്ന് പറയുന്നത് അധ്യാപനം തന്നെയാണ്. അധ്യാപനത്തോടൊപ്പം മാധ്യമപ്രവർത്തനം എന്ന് പറയുമ്പോൾ പത്രം, TV, റേഡിയോ മുതലായ മാധ്യമങ്ങളില് പിന്നെ വിവർത്തനത്തിനുള്ള സാധ്യതകളുണ്ട്. മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും. പിന്നെ സിനിമ, നാടകം തുടങ്ങിയ മേഖലകളിലൊക്കെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, അതുപോലെ ഭാഷ അറിയുന്നവർക്ക് ഈ സംഗതികളിലൊക്കെ ധാരാളം സാധ്യതകളുണ്ട്. പരസ്യ നിർമ്മാണം, പിന്നെ അതുപോലെ സ്വയം തൊഴില്, എഴുത്തും മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പ്രസാധനം ഉൾപ്പെടെയുള്ള സ്വയം തൊഴിൽ മേഖലകളിലൊക്കെ ധാരാളം സാധ്യതകളുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയാസിലാണെങ്കിലും കണ്ടന്റ് റൈറ്റിംഗ്, എഡിറ്റിംഗ് ഒക്കെ ഉള്ള സാധ്യതകളും നമ്മൾ കാണാതിരിക്കരുത്. പിന്നെ അധ്യാപനത്തിലേക്ക് വരാം. അധ്യാപനം സ്കൂൾ തലത്തില് LP സ്കൂൾ ടീച്ചർ, UP സ്കൂൾ ടീച്ചർ ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും മേഖലയിൽ +2, ഏത് സ്ട്രീമിലായാലും +2 പ്ലസ് DLED ആണ് അതിന്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ. നേരത്തെ അത് TTC എന്നുള്ള കോഴ്സായിരുന്നു. അപ്പൊ അത് ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ ആണ്. അതിന്റെ കൂടെ KTET എന്ന ഒരു യോഗ്യതാ പരീക്ഷയും പാസ്സായാല് LP സ്കൂളിലേക്കും UP സ്കൂളിലെയും ടീച്ചർ ആവാനുള്ള അടിസ്ഥാന യോഗ്യതയായി. അത് കഴിഞ്ഞിട്ട് കേരള PSC നടത്തുന്ന പരീക്ഷയുണ്ട്, അതിൽ പാസ്സാവണം. പിന്നീട് വരുന്നത് ഹൈസ്കൂൾ തലത്തിൽ HST ആണ്, ഹൈസ്കൂൾ ടീച്ചർ. ഹൈസ്കൂൾ ടീച്ചറിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BA മലയാളം പ്ലസ് B.Ed, മലയാളത്തിൽ B.Ed, ബാച്ചുലർ ഓഫ് എഡ്യൂക്കേഷൻ, അതിന്റെ കൂടെ KTET എന്ന യോഗ്യതാ പരീക്ഷയാണ്. പിന്നീട് വരുന്നത് HSST ആണ്, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഇൻ മലയാളം. അത് PG, അതായത് MA മലയാളം പ്ലസ് B.Ed പ്ലസ് സെറ്റ് എന്ന് പറയുന്ന ഒരു യോഗ്യതാ പരീക്ഷയാണ്. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. അത്രയാണ് സ്കൂൾ തലത്തിലുള്ള മലയാളത്തിന്റെ അധ്യാപന സാധ്യതകള്. അതിനുശേഷം വരുന്നത് ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലാണ്. ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മലയാളം, അതിന് വേണ്ട യോഗ്യതകള് MA മലയാളം പ്ലസ് നെറ്റ്, നാഷണൽ ലെവലിലുള്ള എലിജിബിലിറ്റി ടെസ്റ്റ്. പിന്നെ PhD എന്ന് പറയുന്ന അഭികാമ്യ യോഗ്യതയാണ്, ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ. പിന്നീട് വരുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ, ട്രെയിനിങ് കോളേജുകളിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അവിടെയും മലയാളം അധ്യാപകർക്ക് സാധ്യതയുണ്ട്. അതിന് വേണ്ടത് മലയാളത്തിൽ PG, പിന്നെ M.Ed, മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഡിഗ്രി, M.Ed നെറ്റ് ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്. പിന്നെ ഡയറ്റ്, TTI പോലുള്ള സ്ഥാപനങ്ങളിലെ ലെക്ചറർ, അതിന് വേണ്ട യോഗ്യത MA മലയാളം പ്ലസ് M.Ed മലയാളം. അതുപോലെ SCERT പോലുള്ള സ്ഥാപനങ്ങളിൽ റിസർച്ച് ഓഫീസർ സാധ്യതകളുണ്ട് മലയാളത്തിന്. മലയാളത്തിൽ PG ഡിഗ്രിയും M.Ed ആണ് അതിന്റെ അടിസ്ഥാന യോഗ്യതകൾ എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങളാണ് അധ്യാപനത്തിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നീട് വരുന്നത് മാധ്യമ മേഖലയാണ്. മാധ്യമ മേഖലയിൽ പ്രധാനമായിട്ടും വരുന്നത് പത്രമാധ്യമങ്ങളാണ്. പത്രമാധ്യമങ്ങളില് ജേർണലിസ്റ്റുകളുടെ ഒഴിവുകൾ വരും. ജേർണലിസ്റ്റിന് വേണ്ട അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് BA മലയാളം പ്ലസ് ജേർണലിസത്തില് ഡിഗ്രി ഓർ ഡിപ്ലോമ, അതല്ലെങ്കിൽ MA മലയാളം. MA മലയാളം പഠിച്ചവര് സബ് എഡിറ്റർ ആയിട്ടൊക്കെ, ജേർണലിസം ഡിഗ്രി ഇല്ലെങ്കിലും പത്രസ്ഥാപനങ്ങൾ നിയമിക്കുന്നുണ്ട്. പിന്നെ ലിംഗ്വിസ്റ്റിക് എക്സ്പെർട്ട് എന്ന് പറയുന്ന ഒരു തസ്തികയുണ്ട്, അതിനും വേണ്ടത് BA മലയാളം MA ലിംഗ്വിസ്റ്റിക്സും ആണ് അതിന് വേണ്ടത്. പിന്നെ പല പത്രസ്ഥാപനങ്ങളിലും പ്രൂഫ് റീഡർ
പോസ്റ്റ് വരും, ട്രാൻസ്ലേറ്റർ പോസ്റ്റ് വരും. അതിനൊക്കെയും MA മലയാളം ക്വാളിഫിക്കേഷൻ ഉള്ളവരെയാണ് നിയമിക്കുന്നത്. പിന്നീട് പത്രസ്ഥാപനങ്ങളിൽ തന്നെ ഈ പോസ്റ്റുകൾ കൂടാതെ റിസർച്ച് ഓഫീസർ, റിസർച്ച് അസിസ്റ്റന്റ് അതുപോലുള്ള വേക്കൻസികളിലേക്കും മലയാളം PG ഡിഗ്രി ഉള്ളവരെയാണ് ആവശ്യപ്പെടുന്നത്. പിന്നീട് പത്രസ്ഥാപനങ്ങൾ മാത്രമല്ല, പ്രസാധക സ്ഥാപനങ്ങളുണ്ട്. DC ബുക്സ്, കറണ്ട് ബുക്സ് അതുപോലെയൊക്കെയുള്ള പ്രസാധക സ്ഥാപനങ്ങളിലും മലയാളം MA-ക്കാർക്ക് ധാരാളം അവസരങ്ങളുണ്ട്. ഈ പ്രൂഫ് റീഡിങ്ങിലായാലും റിസർച്ച് പോലുള്ള കാര്യങ്ങളിൽ. അതുപോലെ തന്നെ റേഡിയോയില് അനൗൺസർ, പിന്നെ കണ്ടന്റ് റൈറ്റർ, TV-യിലും ചാനലുകളിലും ഒക്കെ MA മലയാളം പഠിച്ചവർക്ക് സാധ്യതകളുണ്ട്. പിന്നീട് വരുന്നത് സാംസ്കാരിക സ്ഥാപനങ്ങളാണ്. സാംസ്കാരിക സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് സ്ലൈഡിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, മലയാളം മിഷൻ, പിന്നെ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി അവിടെ തെറ്റായിട്ട് വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയിൽ ലൈബ്രറി സയൻസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കേ പറ്റുള്ളൂ. അത് തെറ്റായിട്ട് വന്നതാണ്. പിന്നെ മലയാളം മിഷൻ അതുപോലൊക്കെയുള്ള ധാരാളം സാംസ്കാരിക സ്ഥാപനങ്ങളിലും ഈ പറഞ്ഞ പോസ്റ്റുകൾ തന്നെ, റിസർച്ച് അസിസ്റ്റന്റ്, റിസർച്ച് ഓഫീസർ പോലുള്ള പോസ്റ്റുകൾ, പിന്നെ പ്രൂഫ് റീഡിങ്, എഡിറ്റിംഗ് ഇതുപോലൊക്കെയുള്ള സ്ഥാപനങ്ങളിലും മലയാളം MA പഠിച്ചവർക്ക് അവസരങ്ങളുണ്ട്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞു സ്വയം തൊഴിൽ സാധ്യതകളാണ് എഴുത്തിന്റെ മേഖലകളില്. പുസ്തക പ്രസാധനം, കണ്ടന്റ് റൈറ്റിംഗ്, അതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പലതരത്തിലുള്ള എഴുത്തുകള്, പരിഭാഷപ്പെടുത്തല്, വിവർത്തനം, ട്രാൻസ്ലേഷൻ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. ഇതെല്ലാം തന്നെ നമുക്ക് സാഹിത്യവും ഭാഷയും പഠിച്ചവർക്ക് സ്വതന്ത്രമായിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പൊതുമേഖലയിലുള്ള അതൊരു പക്ഷേ നേരത്തെ മറ്റ് വിഷയങ്ങള് കുറിച്ച് സംസാരിച്ചവർ പറഞ്ഞിട്ടുണ്ടാകും. ഡിഗ്രി ബേസ് ചെയ്തിട്ടുള്ള, ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ്, ഡിഗ്രി ബേസ് ചെയ്തിട്ടുള്ള കേരള PSC-യുടെയും UPSC-യുടെയും എല്ലാ പരീക്ഷകളും, എല്ലാ മത്സര പരീക്ഷകളും മലയാളം BA പഠിച്ചവർക്കും എഴുതാൻ സാധിക്കുന്നതാണ്. അതിന്റെ ഉദാഹരണമായിട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, BDO, KS, പിന്നെ യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റുകൾ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഇതുപോലുള്ള എല്ലാ പരീക്ഷകളും മലയാളം BA പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം, എഴുതാം. പിന്നെ സിവിൽ സർവീസ് പരീക്ഷയാണെങ്കിലും അതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്, ഡിഗ്രി ഇൻ എനി സബ്ജക്ട്. അതുപോലെ സിവിൽ സർവീസ് പരീക്ഷയിൽ മലയാളത്തിനുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ മലയാളം ഓപ്ഷണൽ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും, മലയാള ഭാഷയും സാഹിത്യം. പിന്നെ സിവിൽ സർവീസ് പരീക്ഷ മലയാളത്തിലും എഴുതാനുള്ള അവസരങ്ങളുണ്ട്. ഇത്രയുമാണ് മലയാളത്തിനെ കുറിച്ച് പൊതുവായിട്ട് പറയാനുള്ളത്.